നമസ്കാരം. സംഘർഷം തുടരുന്നതിനാൽ എണ്ണവില ഇനിയും കുതിച്ചുയരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അസംസ്കൃത എണ്ണവില ബാരലിന് $200 വരെ ഉയരാമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാനെതിരെ യുഎസും ഇസ്രയേലും നടത്തുന്ന സംയുക്ത ആക്രമണവും ഇറാന്റെ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടെയാണ് മുന്നറിയിപ്പെത്തിയത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഇടനാഴികളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കടുത്ത ഭീഷണി നേരിടുന്നത് ആഗോള ഊർജ വിപണിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നതായാണ് റിപ്പോർട്ട്. LPG ക്ഷാമം രാജ്യത്തെ രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യക്ക് ആശ്വാസ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ 2 ഇന്ത്യൻ എണ്ണ കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിരിക്കുകയാണ്. കപ്പലുകളായ പുഷ്പക്, പരിമൾ എന്നിവയ്ക്ക് കടലിടുക്കിലൂടെ സുരക്ഷിതമായി പോകാനാണ് ഇറാൻ അനുമതി നൽകിയത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ മറ്റ് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് വിലക്ക് തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക, ഇസ്രയേൽ, അവരുടെ സഖ്യകക്ഷികൾ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലുകൾ തടയുമെന്നാണ് ഇറാന്റെ നിലപാട്. അതിനിടെയാണ് സൗഹാർദ്ദം പുലർത്തുന്ന ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായി കടന്നു പോകും എന്ന ഒരു ഉറപ്പും കൂടി ഇറാൻ നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നിടയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാജിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എണ്ണ പ്രതിസന്ധി അടക്കം ചർച്ചയായതായാണ് വിവരം. അതിന്റെ പിന്നാലെയാണ് ഈ ഒരു നടപടി ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും എണ്ണവില ബാരലിന് $200 ഉയരുന്നത് അഭിമുഖീകരിക്കാൻ തയ്യാറാകുക. കാരണം എണ്ണവില നിങ്ങൾ അസ്ഥിരമാക്കിയ പ്രാദേശിക സുരക്ഷയെ ആശ്രയിച്ചായിരിക്കും. ഇറാൻ സൈനിക കമാൻഡ് വക്താവാണ് ഇപ്രകാരം വ്യക്തമാക്കിയത്. ഇസ്രായേലിനെയും യുഎസിനെതിരെ പരിമിതമായ പ്രതികാരപരമായ ആക്രമണങ്ങളിൽ നിന്നും നിരന്തരമായ ആക്രമണങ്ങളിലേക്ക് ഇറാൻ മാറുമെന്നും ഇബ്രാഹിം സൊൽഫാരി മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധവും യുഎസുമായുള്ള സംഘർഷവും ശക്തമായി തുടരുന്നതിനിടെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് എത്തിയത്. ലോകത്തിലെ എണ്ണയുടെ ഏകദേശം 1/5 വഹിക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം, മിസൈലുകൾ, ഡ്രോണുകൾ, നാവിക ആക്രമണങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തി. കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ഫലത്തിൽ ഉപരോധത്തിലായിരിക്കുകയാണ്. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇറാൻ സേന ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾ ആക്രമിച്ചതായാണ് ഇറാനിയൻ സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ഫാർമസ് ന്യൂസ് ഏജൻസി വ്യക്തമാക്കിയത്. അതേസമയം പ്രൊജക്ടൽ ആക്രമണത്തിൽപ്പെട്ട തായ് കപ്പലിലെ 20 നാവികരെ രക്ഷപ്പെടുത്തിയതായി തായ്ലൻഡ് ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഷിപ്പിംഗ് കമ്പനികൾ കപ്പലുകൾ നിർത്തിവെക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കപ്പൽ ഇൻഷുറൻസുകാരും ഓപ്പറേറ്റർമാരും ഇടനാഴിയിലൂടെയുള്ള അപകട സാധ്യതകൾ പുനരാലോചിക്കുന്നതിനാൽ 100 കണക്കിന് ഓയിൽ ടാങ്കറുകൾ സമീപ ജലങ്ങളിൽ നങ്കൂരമിടാൻ നിർബന്ധിതരായി. ഈ ആഴ്ച ആദ്യം എണ്ണവിലയിലെ ബാരലിന് $120 മുകളിൽ ഉയർന്നുവെങ്കിലും പിന്നീട് അല്പം സ്ഥിരത കൈവരിക്കുകയും ഓഹരി വിപണികൾക്ക് ചില നഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തു. എന്നിരുന്നാലും ഹോർമുസ് കടലിടുക്കിലെ ഏതെങ്കിലും നീണ്ടു നിൽക്കുന്ന തടസ്സം ആ ശാന്തതയെ വേഗത്തിൽ തന്നെ മാറ്റിമറിക്കുകയും ഒരു ഗുരുതരമായ വിതരണ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യുമെന്നാണ് ഊർജ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.